ഗൈസ്, എല്ലാവർക്കും അല്ലൂസ് വേഡിലേക്ക് സ്വാഗതം. നമ്മൾ വന്നേക്കുന്നത് ചെറിയൊരു ചാള മീൻ കിട്ടി. അതിന് ശകലം പുളി വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാടൻ പുളിക്കറി എങ്ങനെ വയ്ക്കുന്നു എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതിന് വേണ്ടി നമ്മൾ എടുത്തേക്കുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3-4 കഷ്ണം വെളുത്തുള്ളി. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമുക്കിതെല്ലാം അരിഞ്ഞെടുക്കാം. അങ്ങനെ ഗൈസ്, നമ്മളിതാ കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിന് മീൻ പുളിക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കാം. ഗൈസ്, നമ്മൾ മീൻ പുളിക്ക് വേണ്ടിയുള്ള ആവശ്യം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. ഇത് പിഴിപുളിയാണ്. പിന്നെ മറ്റേ പുളി വേണമെങ്കിലും ഇടാം. നമ്മൾ പിഴിപുളിയാണ് എടുത്തേക്കുന്നത്. ഇത് പിന്നെ മല്ലിപ്പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് മഞ്ഞൾപ്പൊടി, ഇത് ഉലുവാപ്പൊടി. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് നമുക്ക് ഇതിലെല്ലാം അളവനുസരിച്ചിടാം. നമ്മൾ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് ഗൈസ്. ഇതിലേക്ക് ആദ്യം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇത്രയും വേണ്ട ചെറിയൊരു സ്പൂണിന് ഉലുവാപ്പൊടി. അത് കഴിഞ്ഞ് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി. ഇനി 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണം. 1 2 ഇതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് ഭയങ്കര എരിയാണില്ല. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്കത്തിൽ പിഴിപുളിയും കൂടി ഇടാം. ഇതാണ്ട് ഗൈസ്, ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പിഴിപുളിയും കൂടി. ഇതും കൂടി ഇതിലിട്ട് ശകലം ഉപ്പും കൂടി ആഡ് ചെയ്യാം. കുറച്ച് ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് അടിച്ചിട്ട് വരാം. ഇത് അരച്ചുകൊണ്ട് വരുന്നതിന് മുമ്പ്, ഇത് അരയ്ക്കാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് കുറച്ച് കൊച്ചുള്ളിയും ശകലം വെളുത്തുള്ളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ നമ്മൾ അരച്ചിട്ട് വന്നിട്ടുണ്ട്. മീൻ പുളിക്ക് നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കാണാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ അടുപ്പിൽ തീ വെച്ചിട്ടുണ്ട്, കത്തിച്ചിട്ടുണ്ട്. ഇനി ചട്ടി അടുപ്പിലോട്ട് വയ്ക്കും. ഗൈസ്, നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ലപോലെ വെള്ളം പറ്റിയിട്ട് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ച് കടുവിട്ട് ഉള്ളിയും വെളുത്തുള്ളിയും വഴറ്റിയെടുക്കാം. അങ്ങനെ നമ്മൾ ചട്ടിയിൽ വെള്ളം പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. നമുക്ക് കടുവിട്ട് കൊടുക്കാം. ഇത്രയും കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശകലം പൊടിക്കാത്ത ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക. 2 മൂത്ത് വരട്ടെ. അന്നേരത്തേക്ക് നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാം. നമ്മളെ കടുക് ഉലുവയും മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇടാം. കൊച്ചുള്ളിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് വരണ്ട് വരട്ടെ. അതിനിട്ട് നമുക്ക് തോനെ ഉപ്പിടല്ലേ, അരപ്പിലും ഇട്ട് അരച്ചെടുത്തത് ശകലം ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വരണ്ട് വരട്ടെ. നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കും. നമ്മൾ തക്കാളി ഇടാത്ത പുളിയാണ്. നമ്മളെ സ്റ്റൈല് മീൻ പുളിയാണ്. പലരും പല രീതിയിലായിരിക്കും വെക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടൊരു മീൻ പുളിയാണ്. നമ്മൾ ഉള്ളി വഴന്നിട്ടുണ്ട്. ഇനി അരപ്പ് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം.
ഇനി ഒരു തുള്ളി വെള്ളവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ആവശ്യത്തിന് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ മീൻ ആഡ് ചെയ്ത് കൊടുക്കുക. തിള വന്നതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പും പുളിയെല്ലാം ഉണ്ടാകും നോക്കാം. ഹലോ ഗൈസ്, നമ്മളെ മീൻ പുളി ഇങ്ങനെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. മീൻ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. മീൻ പുളി തിളച്ചിട്ട് മീനിടാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ഉലുമ്പ് ഇറങ്ങിയിട്ട് കറി വല്ലാതെയാവും. അതുകൊണ്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മളെ മീൻകറി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, മീൻകറി നല്ലപോലെ പറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ മീൻകറിയാണ്. ഈ മീൻകറി ഇറക്കാറാകുമ്പോൾ ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അത് കാണിക്കത്തില്ല. മീൻകറി തിളച്ച് ഇറക്കാറാകുമ്പം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. സൂപ്പർ മീൻകറിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.